കനക് ബുക്സിലെ ബിൽ ഓഫ് മെറ്റീരിയൽസ് ബോം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങളെയും അവയുടെ അളവിനെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ബോമിൽ ഉൾപ്പെടുന്നത്. മെയിൻ ഡാഷ്ബോർഡിലെ സൈഡ് ബാറിൽ മാനുഫാക്ചറിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പ്രൊഡക്ഷൻ വർക്ക് ഓർഡേഴ്സ് പേജ് തുറക്കുക. മുകളിൽ വലതുവശത്തുള്ള ബോം മാനേജ്മെന്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഉൽപ്പന്നങ്ങളുടെ ഘടനകൾ കാണാനും നിയന്ത്രിക്കാനും സാധിക്കും. സാധനങ്ങൾ തിരയുന്നതും തിരഞ്ഞെടുക്കുന്നതും നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നം കണ്ടെത്താൻ സെർച്ച് ഐറ്റം ബാർ ഉപയോഗിക്കുക. സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് ഐറ്റം സെർച്ച് ഡയലോഗ് തുറന്നുവരും. ലിസ്റ്റിൽ നിന്ന് ആവശ്യമായ ഉൽപ്പന്നം തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിന്റെ ബോം ഹിസ്റ്ററി ലഭ്യമാകും. ഇവിടെ വിവിധ വേർഷൻസ്, അവയുടെ നിലവിലെ അവസ്ഥ, സ്റ്റാറ്റസ്, പ്രാബല്യത്തിൽ വരുന്ന തീയതി, ഇഫക്റ്റീവ് ഡേറ്റ് എന്നിവ കാണാൻ സാധിക്കും. ബോം കൈകാര്യം ചെയ്യുന്ന വിധം സ്റ്റാർ ഒരു പ്രത്യേക വെർഷന്റെ വിശദാംശങ്ങൾ കാണാൻ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലൂടെ നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങളും കമ്പണന്റ്സ്, ഉപോൽപ്പന്നങ്ങളും ബൈപ്രൊഡക്ട്സ് മനസ്സിലാക്കാം. സ്റ്റാർ ഒരു ഡ്രാഫ്റ്റ് വേർഷൻ സജീവമാക്കാൻ സെറ്റ് ആക്റ്റീവ് ബട്ടൺ അമർത്തുക. സ്റ്റാർ നിലവിൽ സജീവമായ ഒരു വേർഷൻ ഒഴിവാക്കണമെങ്കിൽ ഡീആക്ടിവേറ്റ് ബട്ടൺ ഉപയോഗിക്കുക. ഇതോടെ ആ വേർഷന്റെ സ്റ്റാറ്റസ് ഓബ്സോലീറ്റ് ആയി മാറും. സ്റ്റാർ ഒരു വേർഷനിൽ മാറ്റങ്ങൾ വരുത്താൻ എഡിറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർ എഡിറ്റ് ബോം ഫോമിൽ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ വരുന്ന തീയതി മാറ്റാനോ, കുറിപ്പുകൾ, നോട്ട്സ് ചേർക്കാനോ, സാധനങ്ങളുടെ അളവിൽ കോമ്പണന്റ് ക്വാണ്ടിറ്റീസ് മാറ്റം വരുത്താനോ കഴിയും. സ്റ്റാർ ഉദാഹരണത്തിനൊരു സാധനത്തിന്റെ അളവ് 9 നിന്ന് 13 വർദ്ധിപ്പിക്കാൻ സാധിക്കും. സ്റ്റാർ മാറ്റങ്ങൾ സ്ഥിരീകരിക്കാൻ സേവ് ബോം ബട്ടൺ അമർത്തുക. ബോം അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.